മോളെ മിനി, അയ്യേ പരീക്ഷയിൽ തോറ്റു, ചങ്ങാതിമാര് കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ വിഷമിച്ച് ഒതുങ്ങിക്കൂടി ഇരുന്നാലോ? ഇത് നോക്ക് മോളെ, പരീക്ഷകൾ ഇനിയും വരില്ലേ? നന്നായി പഠിച്ച് തയ്യാറായി എഴുതിയാൽ മതി. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ തോറ്റുപോയി എന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നും പറയരുത് മോളെ. അമ്മയ്ക്ക് വിഷമമാകില്ലടാ. ദേ, നിന്റെ കൂട്ടുകാരി സാന്ദ്ര വരുന്നുണ്ട് കേട്ടോ. മിനി, നീ പരീക്ഷയിൽ തോറ്റു എന്നും പറഞ്ഞ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുകയാണോ? പുറത്തോട്ട് പോകുമ്പോ എന്നെ എല്ലാവരും കളിയാക്കുന്നു. എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ തന്നെ വയ്യ. എനിക്കിനി ജീവിക്കണമെന്ന് തന്നെ ഇല്ല. എന്നാലേ മിനി, നിന്റെ ഈ സങ്കടമെല്ലാം മാറാൻ എന്റെ കയ്യിലൊരു സാധനമുണ്ട്. വേണോ നിനക്ക്? നീ അത് ഒരു തവണ ഉപയോഗിച്ചാൽ നിന്റെ സങ്കടമെല്ലാം മറക്കും. നിനക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഇതാണ്. ഇതൊരു ലേശം എടുത്ത് നീ ഉപയോഗിച്ചു നോക്ക്. നിനക്കതിന്റെ സുഖം കിട്ടും. നീ എല്ലാം മറക്കും. പക്ഷെ ആരോടും പറയരുത് കേട്ടോ. അയ്യോ, ഇത് ലഹരിയല്ലേ? അയ്യോ, എനിക്ക് വേണ്ട. എനിക്ക് പേടിയാണ്. നിന്റെ ഒരു പേടി. ഒരു തവണ ഉപയോഗിച്ചു നോക്ക്. ഞാൻ ഇവിടെ കുറച്ച് വയ്ക്കുന്നുണ്ട്. നീ പിന്നീട് സൗകര്യം പോലെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ പോകുന്നു. ശരി, പിന്നെ കാണാം. മോളെ, സാന്ദ്ര പോയോടി? എന്താ അവള് വേഗം പോയത്? എന്താ ഈ പാക്കറ്റില്? എടി, എന്താണെന്നിത്? ഇത് ലഹരിയല്ലേ? ഇത് നീ ഉപയോഗിക്കാൻ പോവുകയാണോ? നീ ഇത് ഉപയോഗിച്ചാൽ നീ നിന്റെ സങ്കടത്തെയല്ല മറക്കുന്നത്, നീ നിന്റെ ജീവിതത്തെ തന്നെയാണ് മറക്കുന്നത്. എന്താ നിനക്ക് പറ്റിയത്? അങ്ങനെയൊന്നും ചെയ്യരുത് മോളെ. നോക്ക്, അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. വരൂ, അമ്മ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഓം ശാന്തി. വരൂ മോളെ, ഇരിക്കൂ. അമ്മ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. മനുഷ്യന് ദുഃഖം വരാം, പരാജയം വരാം, നിരാശ വരാം. പക്ഷെ അതിനെ നേരിടാനുള്ള ശക്തി ഓരോ ആത്മാവിന്റെയും ഉള്ളിലുണ്ട്. നീ ഈ ലഹരി എന്ന മരുന്നിന് പിന്നാലെ പോകാതെ ആത്മീയത എന്ന ലഹരിക്ക് പിന്നാലെ ഒന്ന് പോയി നോക്കൂ. ഈ ലഹരി നമ്മോട് പറയുന്നത് നിന്നെ നീ മറന്നാൽ പ്രശ്നം തീരും എന്നാണ്. പക്ഷെ ആത്മീയത നമ്മോട് പറയുന്നത് നിന്നെ നീ തിരിച്ചറിഞ്ഞാൽ പ്രശ്നത്തെ ജയിക്കാം എന്നാണ്. നിനക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല മോളെ. നീ ഒരു ശരീരം മാത്രമല്ല, നീ ശാന്തിയും ശക്തിയും നിറഞ്ഞ ഒരു ആത്മാവാണ്. ജീവിതത്തിലെ തോൽവികൾക്ക് ലഹരി മരുന്ന് ഒരു പരിഹാരവുമല്ല, ആത്മവിശ്വാസമാണ് പരിഹാരം. ലഹരിയോട് നോ പറയാം, ജീവിതത്തോട് എസ് പറയാം. ലഹരി വിമുക്ത നാടിനായി നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം. വരൂ. പുതിയ പ്രതിജ്ഞ മുഴങ്ങട്ടെ.